നമ്മള് കൊക്കോക്ക പറിക്കാൻ പോവാണേ. കൊക്കോ നിക്കുന്നുണ്ടോ? അവിടുന്ന് പറിക്കാൻ പോണേ. ഈ അണ്ണാനൊക്കെ കൊത്തിയിട്ടിടുന്ന കുരുവാണ്. ഇതിന്റെ തോല് കളഞ്ഞിട്ട് അതിനകത്തുള്ള ഒരു പർപ്പിൾ കളറിലൊരു കായുണ്ട്. അതാണ് നമ്മൾ ചോക്ലേറ്റിനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, കണ്ടോ നല്ലത്. ഇതും കഴുകിയൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. കണ്ടോ ഇങ്ങനെ കിടക്കും കൊക്കോ ഒക്കെ അണ്ണാനൊക്കെ കൊത്തി കളയുന്നത്. കണ്ടോ ഇതിനകത്തെല്ലാം കിടപ്പുണ്ട്. നമ്മളത് മെനക്കെട്ട് പെറുക്കിയെടുക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നീറിന്റെ ശല്യം ഭയങ്കരമാ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടോ ദേഹത്തൂടെ കയറുന്നേ. ഇദ്ദേഹത്തെ കണ്ടോ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയായി. ഇനി നമ്മൾ അപ്പുറേ ഭാഗത്തൊരു കൊക്കോയുണ്ട്, അവിടെയും കൂടെ പോയി കുറച്ച് നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ അവിടെ നമ്മുടെ വീടിന്റെ ഈ ഭാഗത്താണ് ഇപ്പൊ കണ്ട ഒരു കൊക്കോ. ഇനി വീടിന്റെ ആ ഭാഗത്ത് ആ കാടിനകത്ത് കണ്ടോ ആ വീടിനോട് ചേർന്ന് ബോർഡറായിട്ട് നിൽക്കുന്ന ഒരു കൊക്കോയാണ്. കൊക്കോക്ക നൈറ്റി ഇട്ടേക്കുന്നത് എന്നാന്നറിയോ? പന്ന നൈറ്റിയാണ്. പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ ചോറ് ഇപ്പൊ തന്നെ നീർ അവിടെ ഇവിടെ കടിക്കാൻ തുടങ്ങും. ടീഷർട്ട് ഷോർട്സും ഒക്കെ ഇട്ട് ഇറങ്ങിയാൽ ചൊറിഞ്ഞ് ചാവും. നൈറ്റ് ആകുമ്പോൾ എല്ലാം ഇതേ പിടിച്ചെടുക്കും, അത് ഊരി കളയുകയും ചെയ്യും. പകുതി ചൊറിഞ്ഞാൽ മതി. ഇതാണ് കൊക്കോക്ക. കണ്ടോ തലയിലൊക്കെ എന്തൊക്കെയായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര ഉള്ളൂ. ഞാൻ തപ്പി മടുത്ത് വന്നാരും തപ്പത്തില്ലല്ലോ. ഇത്രയും വലിയ കൊക്കോയ്ക്കത് ഇത്രയും കുരുള്ളൂ. കുട്ടു ഈ തിന്ന കുരു ഉണ്ടല്ലോ, ഈ കുരു നമ്മൾ കളയത്തില്ല. ഈ കുരു കഴുകും വെള്ളത്തില്, ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് അതിന്റെ തോല് ഉണക്കുമ്പോൾ അതിന്റെ തോല് ഈസി ആയിട്ട് പീൽ ഔട്ട് ആയി പോകും. ആ തോലിനകത്തിരിക്കുന്ന പർപ്പിൾ കളറാണ് ചോക്ലേറ്റ്. അത് ഉണക്കി വറുത്തെടുക്കുന്നതാണ് ചോക്ലേറ്റ്. കൊക്കോ പൗഡർ. നമ്മൾ കോട്ടയം ടൗണിലാണ് ജീവിച്ചത്. ഒരു 10-24 വയസ്സ് വരെ അവിടെ വളർന്നത്. മുണ്ടക്കയത്ത് അമ്മയുടെ നാട്ടിൽ കൊക്കോക്ക ഒരുപാടുണ്ട്, നീറ് കടിക്കുന്ന. ആ കൊക്കോക്കായൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ കിട്ടുമ്പോൾ കഴിക്കാനുള്ളൊരു ആക്രാന്തം ഭയങ്കരമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നേ പിന്നെ മുണ്ടക്കയത്ത് വന്നേ പിന്നെ ഈ പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഒരു വിലയില്ല. മെനക്കെടാൻ കഴിയില്ല, പക്ഷെ മെനക്കെട്ടാൻ നല്ല ഗുണമാണ്. കാര്യം അണ്ണാൻ ചെറിയതായിട്ട് പഴുത്ത് വരുമ്പോഴേ അണ്ണാനും കാക്കയൊക്കെ കൊത്തി കളയും. അത് നിലത്ത് വീണിറക്കുന്നത് എടുക്കാം, നമുക്ക് കുഴപ്പമില്ല. അത് നിലത്ത് വീണ ചപ്പിനകത്തും തപ്പി പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാ. ഇത് തിന്നാന്ന് പറഞ്ഞാൽ അതിലും റിസ്ക്കാവും. ഒന്നും കിട്ടത്തില്ല, നല്ല ടേസ്റ്റ് വന്നാൽ ഒന്നും കടിക്കാനുമില്ല. ചക്കരക്കുട്ട ഇന്ന് കൊക്കോക്ക വേണോ? കൊക്കോക്ക വേണോന്ന് പറഞ്ഞ You want?